നമസ്കാരം. എല്ലാ മലയാളി പ്രേക്ഷകർക്കും SU ഗ്ലോബൽ എഡ്യൂക്കേഷൻ അവതരിപ്പിക്കുന്ന ടിപ്സ് ഫോർ GOV സർവീസ് എന്ന ഒരു പുതിയ അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം അസുമാൻ. ഇന്ന് എന്താണ് ഒരു വാല്യൂ ആയിട്ടുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് വെച്ചാൽ, നമുക്കറിയാം ഇപ്പോൾ ട്രെൻഡായി നിൽക്കുന്ന പ്രധാനമന്ത്രിയുടെ ജൻധൻ യോജന, കിസാൻ സമ്മാൻ നിധി, അതുപോലെ തന്നെ നമ്മുടെ റേഷൻ കടയിൽ ലഭിക്കുന്ന അരി കിറ്റ്, ഇതൊക്കെയാണ് ഇപ്പോൾ ട്രെൻഡായി നിൽക്കുന്ന കുറച്ച് ദിവസങ്ങളായിട്ട് ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൈത്താങ്ങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നീട് സംസാരിക്കാം. ഇപ്പോൾ ഞാൻ നമുക്ക് ലഭിക്കുന്ന റേഷൻ കടയിൽ ലഭിക്കുന്ന കിറ്റിനെ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങളാണ്, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. നിങ്ങൾ കിറ്റ് വാങ്ങാൻ പോകുന്നവരാണെങ്കിൽ ആർക്കാണ് കിട്ടുക, എന്തെല്ലാമാണ് അതിനകത്ത് ഉണ്ടാവുക, എന്നാണ് കിട്ടുക, ഏതൊക്കെ ക്രമത്തിലാണ് കിട്ടുക, അതൊക്കെയാണ് ഞാനിന്ന് ഉദ്ദേശിക്കുന്നതിന് മുമ്പ് അമുഖമായിട്ട് ഇപ്പോൾ നിലവിൽ വനിതകൾക്കുള്ള പ്രധാനമന്ത്രിയുടെ ഒരു അക്കൗണ്ടാണ്, പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന് പറഞ്ഞ ഒരു സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ടാണ്. എന്തിനാണ് ഈ അക്കൗണ്ടിൻ്റെ പ്രത്യേകത എന്താണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ഇത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു അക്കൗണ്ട് കൊണ്ട് ഇന്ത്യയിലുള്ള എല്ലാ വനിതകൾക്കും ഒരു അക്കൗണ്ട്, ബാങ്കിലൊരു അക്കൗണ്ട് സംജാതമാക്കുക, അക്കൗണ്ട് നിർമ്മിക്കപ്പെടുക എന്നുള്ളതാണ് തന്നെ എൻ്റെ ഉദ്ദേശം. ഇതുകൊണ്ട് ഒരുപാട് വാല്യൂ ആയിട്ടുള്ള കാര്യങ്ങൾ, നേട്ടങ്ങൾ ഈ ഒരു സ്കീമിലുള്ള അക്കൗണ്ട് നിങ്ങൾക്ക് ഏത് ബാങ്കിൽ വേണമെങ്കിലും ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഈ ഒരു സ്കീമിൽ പറഞ്ഞാൽ അവർ ഓപ്പൺ ചെയ്ത് തരും. ഇപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നടക്കുന്ന കാര്യമല്ല. കാരണം ഈ ഒരു സിറ്റുവേഷൻ മറികടന്ന്, നമ്മൾ ഈ കോവിഡിൻ്റെ ഈ ഒരു സിറ്റുവേഷൻ മറികടന്നിട്ടാണെങ്കിലും നിങ്ങൾക്ക് പോയിട്ട് അപേക്ഷ കൊടുത്താൽ ജൻധൻ യോജന അക്കൗണ്ടുകൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. നിലവിൽ ഓപ്പണുള്ള അക്കൗണ്ടുകളാണെങ്കിൽ ജൻധൻ യോജനയായിട്ട് ലിങ്ക് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. നിങ്ങൾ ബാങ്കുമായി അന്വേഷിക്കുക. ഇപ്പോൾ നിലവിൽ ലേഡീസിന്, വനിതകൾക്ക് 1500 രൂപ വരെയാണ് ഒരു കൈത്താങ്ങായിട്ട് അക്കൗണ്ടുകളിൽ വരുന്നത്. ഇപ്പം 500 3 ഗഡുക്കളായിട്ടാണ് വരിക. ഇപ്പോൾ ഒരു ഗഡു വന്നു എന്ന് നമ്മൾ പോലും അറിയാതെ വന്നു എന്ന് അറിയാൻ കഴിയുന്നു. സന്തോഷകരം. അപ്പം ഈ ഒരു അക്കൗണ്ട് ഇപ്പോഴാണ് പലരും ചിന്തിക്കുന്നത്, അന്ന് അത് എടുത്താൽ മതിയല്ലോ എന്നുള്ളത്. ഇപ്പോൾ പോയിട്ട് നിങ്ങൾക്ക് ഈ 500 രൂപ കിട്ടുമല്ലോ എന്നുള്ളത് ഇപ്പോൾ ഓടിപ്പോയിട്ട് എടുക്കാൻ കഴിയില്ല. എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, നിങ്ങൾക്ക് ഈ ഒരു ആനുകൂല്യം ലഭിച്ചെന്ന് വരില്ല. അപ്പോൾ നമുക്ക് ഭാവിയിൽ വരുന്ന എന്തെങ്കിലും സ്കീമുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കൊണ്ടുവരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ജൻധൻ യോജന അക്കൗണ്ടുകളിൽ ഇൻഷുറൻസ് പരീക്ഷയുണ്ട്, നിങ്ങൾക്ക് ഇൻഷുറൻസ് പരീക്ഷ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് പെൻഷൻ അല്ലെങ്കിൽ സബ്സിഡികൾ അതിവേഗം ജൻധൻ യോജന അക്കൗണ്ടുകളിലാക്കി പെട്ടെന്ന് എത്തുക. അതിന് ശേഷമാണ് ബാക്കിയുള്ള സേവിങ്സ് മറ്റുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പോവുക. അപ്പോൾ ആദ്യം പരിഗണിക്കുക ജൻധൻ യോജന അക്കൗണ്ടുകളെയാണ്. അതൊരു വലിയൊരു പോയിൻ്റാണ്. പെട്ടെന്ന് കാര്യങ്ങൾ, പണം സ്കീമുകളിലോ അല്ലെങ്കിൽ ലോണായിട്ടോ എന്ത് തരത്തിൽ നിങ്ങൾ അപേക്ഷിച്ച് പണം നിങ്ങൾ ആദ്യം എത്തുക ജൻധൻ യോജന അക്കൗണ്ടുകളുള്ള സ്ത്രീകൾക്കായിരിക്കും മുൻഗണന. ഒന്ന്. മറ്റൊന്ന് കിസാൻ സമ്മാൻ നിധി. നമുക്കറിയാം പ്രധാനമന്ത്രി കഴിഞ്ഞ വർഷം, ഒരു വർഷത്തോളമായി ഈ ഒരു സ്കീം നമ്മളെല്ലാവരും അപേക്ഷ കൊടുത്തിട്ട് ഒരുപാട് പേർക്ക് ലഭിച്ചിട്ടുണ്ട്. കൊടുത്തവർക്കെല്ലാം ലഭിച്ചു. അതായത് കേരളത്തിലുള്ള മുഴുവൻ ആളുകളെയും ഒരു കർഷക യൂണിറ്റ്, അതായത് മുഴുവൻ ആളുകളെയും ഒരു കർഷകരാക്കി കണ്ടുകൊണ്ടിട്ടുള്ള ഒരു പ്ലാനിങ് ആണ് കിസാൻ സമ്മാൻ നിധി. അപ്പോൾ ഇതിൽ ആർക്ക് വേണമെങ്കിലും അർഹതയുള്ള ആർക്ക് വേണമെങ്കിലും ഭൂമി ഒക്കെ ഉള്ളവർക്ക് ഏത് കൃഷിയാണ് നടത്തുന്നതിനും പഠിച്ച് ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കിസാൻ സമ്മാൻ നിധിയിൽ ഈ ഒരു സ്കീമിൽ ചേരാൻ കഴിയും. ഇതിൻ്റെയും പ്രത്യേകിച്ചുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ 2000 വെച്ചിട്ട് ഓരോ കുടുംബങ്ങളിലേക്ക് എത്തുന്നുണ്ട്. 2000 വെച്ച് ഇപ്പം ഒരു വർഷത്തിൽ 10,000 രൂപയാണ് പറയുന്നത്. ഇപ്പോൾ ഈ വർഷം തന്നെ 2 ഗഡുക്കളായിട്ട് എത്തി. ഏപ്രിൽ 1 തൊട്ട് 14 വരെക്കുള്ളിൽ കുറച്ച് പേർക്ക് 2000 വന്ന് വെച്ച് എത്തിയിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ കഴിയുന്നു. വളരെ സന്തോഷകരം. അപ്പോൾ ഈ കിസാൻ സമ്മാൻ നിധി എന്ന ഈ ഒരു സ്കീമിൽ ചേർന്ന് കൃഷി ഭവൻ വഴിയായിരുന്നു ആദ്യം ചേർന്നിരുന്നത്. ഇപ്പോൾ അതിന് കഴിയില്ല. ഓൺലൈൻ വഴി നമുക്കറിയാം ജനസേവാ കേന്ദ്രങ്ങൾ വഴി നമുക്ക് ഓൺലൈൻ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നമുക്ക് വെബ്സൈറ്റിൽ ഓൺലൈനായിട്ട് അപേക്ഷ സ്വീകരിച്ചിട്ട് അത് കേന്ദ്ര ഗവൺമെൻറ് വെബ്സൈറ്റിലേക്ക് പാസ് ചെയ്യും. അതിനുശേഷം വെരിഫിക്കേഷൻ കൃഷിഭവൻ വഴി നമ്മൾ വെരിഫിക്കേഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഓൺലൈൻ വഴി ഇതിന് അപേക്ഷിക്കുകയാണ് വേണ്ടത്. കിസാൻ സമ്മാൻ നിധി എന്ന ഈ ഒരു സ്കീമിൽ ചേരാനായിട്ട് പണ്ട് ആദ്യം നമ്മൾ കൃഷിഭവൻ വഴിയായിരുന്നു ചേർന്നിരുന്നത്. ഇപ്പോൾ നടക്കില്ല. ഇപ്പോൾ ഡയറക്റ്റ് ഓൺലൈൻ വഴിയാണ് നടക്കുന്നത്. അപ്പോൾ ഇതും നമ്മൾ ഓടിപ്പോയി അങ്ങോട്ട് ഇപ്പോൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഓൺലൈൻ വെബ്സൈറ്റുകൾ സ്റ്റോപ്പാണ്. ഏപ്രിൽ 14 ശേഷം ഓപ്പൺ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇപ്പോൾ എല്ലാ ഗവൺമെൻറ് പരിപാടികളും കുറച്ചൊരു മന്ദഗതിയിലായതുകൊണ്ട് ഇതിൻ്റെ ഓൺലൈൻ വെബ്സൈറ്റുകൾ സെർവർ ഡൗൺ ആണ്, ഇപ്പോൾ വർക്കിംഗ് അല്ല. അപ്പം നേരെ മറിച്ച് നമുക്കൊരു 14 ശേഷം, ഏപ്രിൽ 14 ശേഷം നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഓണാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിനകത്തേക്ക് പുതിയതായിട്ട് ചേരാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എങ്കിൽ ഒരു ഏപ്രിൽ 14 ശേഷം അപേക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ ജനസേവാ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അക്ഷയ കേന്ദ്രത്തിലോ ഒക്കെ പോയിട്ട് ഓൺലൈൻ വഴി, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. കിസാൻ സമ്മാൻ നിധിയുടെ PM കിസാൻ സേവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊബൈൽ ആപ്പ് ഉണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിലും അതിലേക്ക് ഡാറ്റാസ് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കഫേകളിൽ പോയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇതിലും ഈ പണം, അതുപോലെ തന്നെ
അത്തരത്തിലുള്ള പല കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ കൂടെ മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് ഇതിന് ലോൺ ഉണ്ട് എന്നുള്ളതാണ്. 4% പലിശയ്ക്ക് ലോൺ എടുക്കാവുന്ന ഒരു സ്കീം ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പോയിന്റ്. അതിനായിട്ട് നിങ്ങൾക്ക് ഒരു കിസാൻ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് നൽകുന്നതാണ്. ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് വെച്ച് 1.60 തൊട്ട് 1,60,40,000 തൊട്ടിട്ട് മേലോട്ട് വരെ നിങ്ങൾക്ക് പല സ്കീമുകളിലായിട്ട് നിങ്ങളുടെ സ്ഥലത്തിൻ്റെ പരിമിതി അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ കൃഷിയുടെ പരിമിതി അനുസരിച്ച് ലോണുകൾ അതിൻ്റെ തുകയ്ക്ക് ഏറ്റക്കുറച്ചിലൂടെ സാധീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലോണുകൾ എടുക്കാവുന്നതാണ്. അതാണ് ഈ ഒരു കിസാൻ ക്രെഡിറ്റ് കാർഡ്, ഈ ഒരു കിസാൻ സമ്മാൻ നിധിയുടെ കിസാൻ ക്രെഡിറ്റ് കാർഡ് വെച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പോയിന്റ്. അപ്പോൾ ഈ 2 പോയിന്റുകളെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ഫുൾ ന്യൂ ഇൻഫർമേഷൻ ഞാൻ ഇനി വരുന്ന വീഡിയോസുകളിൽ അതായത് ടൈമിൽ തന്നെ നിങ്ങൾ അറിയിക്കുന്നതാണ്. രജിസ്ട്രേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ടുള്ള പുതിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കണം. ഇപ്പോൾ കറണ്ടിലായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, ഇപ്പം നമ്മുടെ റേഷൻ കടയിൽ നിലവിൽ സൗജന്യ റേഷൻ 20-ാം തീയതി വരെ, ഈ മാസം ഏപ്രിൽ 20 വരെ, ഞാൻ ഇടുന്ന വീഡിയോയുടെ ഡേറ്റ് ടൈമും ഒക്കെ പ്രധാനമാണ്. ഏപ്രിൽ 20 വരെയുള്ള അപ്ഡേഷനാണ് ഞാൻ പറയുന്നത്. ഭാവിയിൽ ഇതിൻ്റെ പ്ലാനുകൾ മാറുന്നതനുസരിച്ച് ഞാൻ പുതിയ അപ്ഡേഷനുകൾ നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിലവിൽ ഇപ്പോൾ നമുക്ക് അറിയാം സൗജന്യ റേഷനാണ്. ഇപ്പോൾ എല്ലാവരും 20-ാം തീയതിക്കുള്ളിൽ വാങ്ങി തീർക്കുക സൗജന്യ റേഷൻ. അവർക്ക് കാർഡ്, മുൻഗണനാ കാർഡ് അനുസരിച്ച് നിങ്ങൾക്ക് റേഷൻ പോയി വാങ്ങാവുന്നതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് 20-ാം തീയതിക്കുള്ളിൽ സാവകാശം വാങ്ങി തീർക്കാവുന്നതാണ്. എല്ലാവർക്കും റേഷൻ കിട്ടും. അതിൻ്റെ കാര്യങ്ങളെന്താണ് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇത് കഴിഞ്ഞ ശേഷം 20-ാം തീയതിക്ക് ശേഷം ആണ് അവരെന്ത് ഉദ്ദേശിച്ചത്, ഫ്രീ സൗജന്യ കിറ്റ് വിതരണം. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഇതിനകത്ത് പറയാൻ പോകുന്നത്. ആർക്കൊക്കെയാണ് സൗജന്യ കിറ്റുകൾ ലഭിക്കുക? എല്ലാവർക്കും തന്നെ സൗജന്യ കിറ്റുകൾ ലഭിക്കും. സൗജന്യ കിറ്റുകൾ ലഭിക്കുമ്പോൾ അതിന് കുറച്ചൊരു നിബന്ധനകൾ അല്ലെങ്കിൽ ചെറിയൊരു ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട്. അതായത് റേഷൻ കാർഡ് AAY, APL, BPL, അതുപോലെ തന്നെ മുൻഗണനയിലുള്ള സബ്സിഡി നിരക്കിൽ കിട്ടുന്ന കാർഡുകൾ, അല്ലെങ്കിൽ സബ്സിഡി ഒഴിവാക്കിയിട്ടുള്ള APL തന്നെ സബ്സിഡി ഒഴിവാക്കിയിട്ടുള്ള കാർഡുകൾ, ഇത്തരത്തിലുള്ള കാർഡുകൾ ഉള്ളവർക്ക് താഴെക്കിടയിലുള്ളവർക്കാണ് ആദ്യം ഇത് വിതരണം ചെയ്യുക. ഇപ്പോൾ താഴെക്കിടയിലുള്ളവർക്ക് വിതരണം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. റേഷൻ കടകളിൽ എത്തിയിട്ടുണ്ട്. എത്തിയ റേഷൻ കടകളും അതായത് റേഷൻ കടയായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക. കാരണം ഇപ്പോൾ 87 ലക്ഷം പേരിലേക്കാണ് ഈ സാധനങ്ങൾ എത്തിക്കുന്നത്. അപ്പം അതായത് റേഷൻ കടയിൽ എത്തിക്കുക എന്നുള്ളതൊരു ശ്രമകരമായിട്ടുള്ളൊരു പണിയാണ്. അപ്പോൾ അത് കുറച്ച് താമസം എടുക്കും എല്ലാ റേഷൻ കടകളിൽ എത്താൻ. ഇപ്പോൾ എത്തിയ കടകളിൽ നിങ്ങൾ അവിടെ അതായത് നിങ്ങളുടെ ഏരിയയിലുള്ള റേഷൻ കടയുമായിട്ട് പൊതുവിതരണ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധനം വാങ്ങാം. അതുപോലെ തന്നെ നിരീക്ഷണത്തിലുള്ളവർ, പുറത്തിറങ്ങാൻ പറ്റാതെ നിരീക്ഷണത്തിലുള്ളവർക്കൊക്കെ ഈ ഒരു കിറ്റ് അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് അവരുടെ ലിസ്റ്റിനനുസരിച്ചാണ് നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിക്കുക. അതായത് നിരീക്ഷണത്തിലുള്ളവർ, പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ വീട്ടിലുള്ളവരിലേക്ക് ഈ ഒരു സാധനം എത്തിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി. അതായത് നിങ്ങൾക്ക് റേഷൻ കടയിൽ പോയി വാങ്ങേണ്ട ആവശ്യമില്ല. അതാണ് എൻ്റെ മെയിനായിട്ടും. അതിനകത്ത് ഈ ഒരു 1000 രൂപയുടെ ഒരു കിറ്റാണ്. ഈ കിറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. 17 ഇനം ഐറ്റംസാണ് ഉണ്ടാവുക. പഞ്ചസാര 1 കിലോ, ഉപ്പ് 1 കിലോ, ചെറുപയർ 1 കിലോ, കടല 1 കിലോ, റവ 1 കിലോ, ആട്ട 2 കിലോ, വെളിച്ചെണ്ണ 1/2 ലിറ്റർ, സൺഫ്ലവർ ഓയിൽ 1 ലിറ്റർ, ചായപ്പൊടി 250 ഗ്രാം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കടുക്, ഉലുവ ഇതെല്ലാം 100 ഗ്രാം വീതം വെച്ചിട്ടാണ്. പരിപ്പ് 250 ഗ്രാം ഉണ്ടാവും. ഉഴുന്ന് 1 കിലോ ഉണ്ടാവും. ഉലുവ 100 ഗ്രാം ഉണ്ടാവും. ഞാൻ പറഞ്ഞു. സോപ്പ് 2 എണ്ണം. ഇതാണ് ഈ ഒരു 17 ഐറ്റം 1000 രൂപയുടെ. ഇപ്പോൾ ഇതിൽ ചെറിയ ഐറ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയെന്ന് വെച്ചാൽ നിങ്ങളവിടെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്. കാരണം ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മൾ സ്വാഭാവികമാണ്, ലഭ്യത അനുസരിച്ചായിരിക്കാം. ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ലിസ്റ്റുകൾ. അപ്പോൾ ഇതാണ് നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ ഈ കിറ്റിൽ ഈ 1000 രൂപയുടെ ഈ കിറ്റിൽ ഉണ്ടാവുക. ഇനി ഇത് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ്. ആദ്യം കൊടുത്ത് വിതരണം തുടങ്ങുന്നത് തന്നെ AAY കാർഡ്, അതായത് മഞ്ഞ കാർഡ് ഉള്ളവർക്കാണ്. പറ്റത്താന്ന് പോസ്റ്റിലുള്ളവർക്കാണ് AAY കാർഡ്. അവർക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 9-ാം തീയതി മുതൽ തുടങ്ങാൻ കഴിയും എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. 9-ാം തീയതി മുതൽ തുടങ്ങാൻ കഴിയുമെന്നാണ് പറയുന്നത്. പിന്നെ BPL കാർഡ്, BPL കാർഡിൽ പിങ്ക് നിറത്തിലുള്ള BPL കാർഡിൽ 21-ാം തീയതിക്കകം അവർക്ക്, അതായത് 9-ാം തീയതിക്കോ 10-ാം തീയതിക്കോ 11-ാം തീയതിക്കോ, അതായത് 21-ാം തീയതിക്കുള്ളിൽ അവർക്ക് കൊടുത്ത് തീർക്കും എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ APL നീലക്കാർഡുള്ളത്, അതായത് സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ ലഭിക്കുന്നതാണ് APL നീലക്കാർഡുള്ളവർക്ക് 30-ാം തീയതിക്കുള്ളിൽ കൊടുത്ത് തീർക്കുമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ APL നോൺ സബ്സിഡി നിരക്കിൽ സാധനം കിട്ടാതെ APL ഉള്ള വെള്ളക്കാർഡുള്ളവർക്ക് മെയ് 1 മുതൽ കൊടുക്കാൻ തുടങ്ങും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡേറ്റ് ഇവരുടെ പ്ലാനിങ് ആണ്. ഇതിന് ചിലപ്പോൾ ഈ ഡേറ്റിൽ റേഷൻ കടയിൽ നിങ്ങൾ വിളിച്ചന്വേഷിക്കുക. ഈ ഡേറ്റ് ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകളുണ്ടാകും. കാരണം 87 ലക്ഷം ആളുകളിലേക്ക് കിറ്റ് വിതരണം ചെയ്ത് എത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്.
അതാണ് അതിൻ്റെ കാര്യം. അതായത് റേഷൻ കാർഡ് നിങ്ങൾ വിളിച്ച് അന്വേഷിക്കുക. നിങ്ങൾ സാധനം കിറ്റ് വാങ്ങാൻ പോകുമ്പോൾ റേഷൻ കാർഡ് കയ്യിൽ കരുതുക. ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഈ കിറ്റ് വേണ്ടാത്ത ആളുകൾ, അതായത് റേഷൻ കാർഡ് ഇല്ലാത്ത ആളുകൾക്കുള്ളൊരു ഗുണമാണ് ഈ പറഞ്ഞു തരാൻ പോകുന്നത്. റേഷൻ കാർഡ് ഇല്ലാത്തവർക്കുള്ള ഗുണമാണ് ഇനി പറയാൻ പോകുന്നത്. നോട്ട് ദ പോയിന്റ്. ഈ കിറ്റ് വേണ്ടാത്ത ആളുകളുണ്ടാവും. റേഷൻ കാർഡ് ഉള്ളവർ തന്നെ കിറ്റ് വേണ്ടാത്ത ആളുകളുണ്ടാവും. അപ്പോൾ അവർ ചെയ്യേണ്ടത് ഈ കിറ്റ് റിട്ടേൺ അയക്കുക എന്നുള്ളതാണ്. റിട്ടേൺ അയക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ കിറ്റ് വാങ്ങാതെ നിങ്ങൾ എന്ത് ചെയ്യാം, സിവിൽ സപ്ലൈസിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, സിവിൽ സപ്ലൈ കേരള.gov.in, സിവിൽ സപ്ലൈസ് കേരള.gov.in എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് നിങ്ങളെടുത്ത കിറ്റ്, അതായത് നിങ്ങളുടെ റേഷൻ കാർഡ് ഡീറ്റെയിൽസ് വെച്ച് നിങ്ങളെടുത്ത കിറ്റ് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം. അങ്ങനെ ക്യാൻസൽ ചെയ്യുന്ന കിറ്റ് റേഷൻ കാർഡ് അർഹതയുള്ള റേഷൻ കാർഡ് ഇല്ലാത്ത കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യുകയാണ് ചെയ്യുക. അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. അപ്പം സിവിൽ സപ്ലൈസ് കേരള.gov.in എന്ന വെബ്സൈറ്റ് പോയിട്ട് നിങ്ങൾക്കത് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്ത് നിങ്ങളെ കിറ്റ് ഒഴിവാക്കി കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അത് കഴിയുന്നവർ അങ്ങനെ അങ്ങനെ വേണ്ടാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് പാവപ്പെട്ട റേഷൻ കാർഡ് ഇല്ലാത്തവർക്ക് വിതരണം ചെയ്യാൻ ഗവൺമെൻറ്റിന് സാധിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട്. ഇതേപോലെ തന്നെ ഇനിയും ഒരുപാട് സ്കീമുകളുണ്ട്. സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം എടുത്ത് കൊടുക്കുന്നു, വീടില്ലാത്തവർക്ക് സ്ഥലവും വീടും, അതായത് സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം എടുത്ത് കൊടുത്ത് അതിൽ വീട് വെച്ച് കൊടുക്കുന്ന സ്കീമുകൾ നമ്മുടെ സർക്കാർ ചെയ്യുന്നുണ്ട്. ഇത്തരം സ്കീമുകൾ അപേക്ഷിക്കേണ്ടതും അതിൻ്റെ ആർക്കൊക്കെയാണ് ലഭിക്കുക എന്നുള്ളതും എല്ലാത്തിനെ പറ്റിയുള്ളൊരു വിശദമായ ഒരു എപ്പിസോഡുകളാണ് ഇനി വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ഈ ഒരു ചാനൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്, മിസ് ചെയ്യരുത്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് വിത്ത് us. അപ്പോൾ 35 പുതിയ അറിവുമായിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം, ഏറ്റുമുട്ടാം. അതുവരേക്കും ശുഭദീക്ഷകൾ, ശുഭചിന്തകൾ നടന്നു. നിങ്ങൾ സ്വന്തം അസുമൻ ഇന്നത്തേക്ക് ഇവിടെ വാങ്ങുകയാണ്.